ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജു വാലെ 2.0. പ്ലസ് ടുക്കാർക്ക് മെയിൻ പോർഷൻസ് ഒന്നും എക്സാം കഴിഞ്ഞിട്ടില്ല. തിങ്കൾ, ചൊവ്വ, ബുധനൊക്കെ ആയിട്ട് അടുപ്പിച്ച് നമുക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, എക്കണോമിക്സ്, ബിസിനസ്, അക്കൗണ്ടൻസി ഒക്കെ അടുപ്പിച്ചിട്ടാണ്. ലാസ്റ്റ് എക്സാം ആണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ വലിയ കാര്യമായിട്ട് പഠിത്തം തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പം ഇന്ന് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 3 ദിവസങ്ങളുണ്ട്. ഈ 3 ദിവസങ്ങൾ നിങ്ങൾ മെയിൻ സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് ഫോക്കസ് ചെയ്യാം. കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും സ്റ്റാറ്റിയാണ് ഫസ്റ്റ് പരീക്ഷ എന്ന് വിചാരിച്ച് 3 ദിവസം കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചിട്ട് സമയം കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏത് പഠിക്കാം? അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ് നല്ലപോലെ പഠിക്കാം. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട്, അതായത് നാളെ ഈവനിങ് മുതലേ സൺഡേ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഏത് പഠിച്ചാൽ മതി? കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് സ്റ്റഡീസ് ഒന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല, ഏത് ക്വസ്റ്റ്യൻസാണ് പഠിക്കേണ്ടത്, ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായ കണ്ടന്റ് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന ഫസ്റ്റത്തെ 5 പാഠങ്ങളിൽ നിന്നുമായി 100% എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, അതായത് ഇപ്പോൾ എല്ലാവർക്കും പല ടീച്ചേഴ്സ് പല ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനൊന്നും ഒരിക്കലും ഈ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാനേ പറ്റില്ല. അങ്ങനെയുള്ള 40 മാർക്കിൻ്റെ ഒരു 10-11 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിൽ നിന്നും, അതായത് 5 പാഠത്തിൽ മൊത്തത്തിൽ എടുത്തുള്ളതാണ്. ഒന്നും പഠിക്കാത്തവരെ, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ഒന്നും പഠിക്കാതിരിക്കുന്നവരെ ഇന്നത്തെ ഒരു ദിവസം ഈ 12 ചോദ്യങ്ങളും പഠിക്കാം. ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് നോക്കാം. എത്രത്തോളം പഠിക്കണമെന്ന് പറയാം, കണ്ടന്റ് പറയാം, മീനിങ്സ് മിസ്സസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ പിന്നാലെ ആയിട്ട് നമ്മൾ എക്കണോമിക്സ് ചെയ്യും 40 മാർക്കിൻ്റെ, അക്കൗണ്ടൻസിയും നമ്മൾ ചെയ്യും ഇന്നും നാളെയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വെള്ളി ശനി ദിവസങ്ങളിൽ ഉള്ള ടൈം ഒരു ദിവസം 2-ലധികം സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്കണോമിക്സ്, ബിസിനസ്, അക്കൗണ്ടൻസി ഇതൊക്കെ അടുപ്പിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. എല്ലാതും നമുക്ക് എന്താണ് 80 മാർക്ക് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. 5 പാഠങ്ങളും 4 പാഠങ്ങളൊക്കെയാണ് ഉള്ളത് എല്ലാ സ്കൂളുകളിലും. അപ്പോൾ 5 പാഠങ്ങളിൽ നിന്നുള്ള 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പറയാം. എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഹെൽപ്ഫുൾ ആയി എങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന്. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് 11-12 ക്വസ്റ്റ്യൻസോളം ഉണ്ട് കേട്ടോ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് മാനേജ്മെന്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഇത് രണ്ടും നമുക്കൊരു 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിലേക്ക് പോകാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടേമാണ് മാനേജ്മെന്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിൽ എന്തൊക്കെ ഉണ്ടാവാം? മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യണം എന്ന് വരെ നമ്മൾ തീരുമാനിക്കാനും ഡയറക്ഷൻ നൽകാനും എല്ലാം നമുക്ക് ആരാണ് ഹെൽപ്ഫുൾ ഉണ്ടാവുന്നത്? നമ്മുടെ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി വിത്ത് കോർഡിനേറ്റ് ഹ്യൂമൻ റിസോഴ്സസ്, നോൺ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഇൻ ഓർഡർ ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യം വെക്കാനായി ഹ്യൂമൻ റിസോഴ്സസും നോൺ ഹ്യൂമൻ റിസോഴ്സസും തമ്മിൽ ഒരുമിച്ച് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയുന്ന ആ ഒരു ടേമാണ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് വൈസിൽ ഇഷ്ടപ്രകാരം ഡെഫിനേഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ളത് മീനിങ് അതിൽ വന്നാൽ മതി. ഫീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഫീച്ചേഴ്സ്? ഇതൊരു ഗോൾ ഓറിയന്റഡ് ആണ്, നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, പെർവേസീവ് ആണ്, ഡൈനാമിക് ആണ്, ഇൻടാഞ്ചിബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്. വേറൊരു പ്രത്യേകത ബിസിനസ്സിൻ്റെ, നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് പഠിച്ചു വെച്ചാൽ അതവിടെ നിങ്ങളുടെ എല്ലാത്തിൽക്കും നമുക്ക് ആവശ്യപ്പെടും. എല്ലാ ചാപ്റ്ററിലും ഏതൊക്കെയാണെന്ന് അറിയോ? കണ്ടിന്യൂസ് ആണ്, ഗോൾ ഓറിയന്റഡ് ആണ്, ദെൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, ദെൻ നമുക്ക് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ തുടങ്ങിയ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും എല്ലാം മാനേജ്മെന്റിന്റെ പഠിച്ചു വെക്കുക. 4 എണ്ണം പഠിക്കുക. അതായത് ഫീച്ചർ ഒരു 4 എണ്ണം, ഇമ്പോർട്ടൻസ് ഒരു 4 എണ്ണം. 4 ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമുക്ക് എഴുതാം? നമുക്ക് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു, ഡൈനാമിക് ഓർഗനൈസേഷനെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു, സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു, പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയ എല്ലാ ഇമ്പോർട്ടൻസ് അതിൽ എഴുതാം. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ്. ഇത് നമുക്ക് 3 മാർക്കിനാണ് ചോദിക്കാറ്. ഒബ്ജക്റ്റീവ്സ് നമുക്ക് 3 എണ്ണമാണ് ശരിക്കുള്ളത്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ തന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഇതിലെ ഈ 3 എണ്ണം, അതായത് പേഴ്സണൽ, ഓർഗനൈസേഷണൽ ആൻഡ് സോഷ്യൽ.
സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ചാരിറ്റി കൊടുക്കുന്നു, ദെൻ എമ്യൂണിറ്റീസ്, ബേസിക് എമ്യൂണിറ്റീസ് ലൈക്ക് ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ് കൊടുക്കുന്നത്. ഓർഗനൈസേഷൻ എന്താ ഗുണമുള്ളത്? സർവൈവൽ, ഗ്രോത്ത്, പ്രോഫിറ്റ്. 3 എന്താണ് ഓർഗനൈസേഷന് കിട്ടുക. പേഴ്സണൽ എന്താ ഗുണം? അവർക്ക് കരിയർ ഡെവലപ്മെന്റ്, ജോബ് ട്രെയിനിങ്സ് എല്ലാം കൊടുക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് അല്ലേ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ്സ്. ഈ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ചെയ്താൽ പാടില്ല കേട്ടോ. ഈ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുമ്പോൾ പേഴ്സണൽ, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ തിരിച്ച് 3 കാറ്റഗറി ആയിട്ട് വേണം എഴുതാൻ. ദെൻ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഇത് കംപ്ലീറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ചോദിക്കില്ല. ടോപ്പ് ലെവൽ, ലോവർ ലെവൽ, മിഡിൽ ലെവൽ, ഇതിലൊക്കെ ഉള്ള ആൾക്കാരെയാണ് ചോദിക്കുക. ഒന്നെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആവാം, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് അവരുടെ ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ ആവാം, അല്ലെങ്കിൽ മിഡിൽ ലെവൽ ആവാം. ടോപ്പ് ലെവലിൽ വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദെൻ CEO, ചെയർമാൻ, പ്രസിഡന്റ്, അങ്ങനെയുള്ള ആൾക്കാരാണ് വരിക. ലോവർ ലെവലിൽ നമുക്ക് വരുന്നത് ഒക്കെ അക്കൗണ്ട് ഓഫീസേഴ്സ് ആണ്. അതായത് നമ്മുടെ മാനേജർ ഓഫീസേഴ്സ് നമ്മുടെ മിഡിൽ ലെവലിലാണ് വരും, ലോവർ ലെവലിലാണ് വരിക. മിഡിൽ ലെവലിൽ നമുക്ക് വരുന്നത് നമ്മുടെ മാനേജർ, സെയിൽസ് മാനേജേഴ്സ്, പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഒക്കെയാണ് അതിൽ വരിക. അപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ വരണമെന്ന് പഠിക്കണം. ഓരോരുത്തരും ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്താണെന്ന് പഠിക്കണം. ഡ്യൂട്ടീസ് എല്ലാം ഒരു 3-4 റേഞ്ചിൽ പോയാൽ മതി. നമുക്കിതൊരു 5 മാർക്കിലേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. Then coordination is the essence of management comment എന്ന് പറഞ്ഞിട്ട് നമുക്ക് 8 മാർക്കിലേക്ക് പോകാറുള്ള ക്വസ്റ്റ്യൻ ആണ്. കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ് കമന്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോർഡിനേഷൻ എന്താണ്, ഡെഫിനിഷൻ എഴുതണം, കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ് എഴുതണം, അതുപോലെ തന്നെ കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എഴുതണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ നമുക്ക് അങ്ങനെ ഉണ്ട് തട്ടിവിടാൻ പറ്റില്ല. ഏത് കോർഡിനേഷനിൽ? കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. കോർഡിനേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സിങ്ക്രണൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ആക്ടിവിറ്റീസിനെ ഒരുമിച്ച് കൂടി സിങ്ക്രണൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യണം. അതിൻ്റെ വേറൊരു ടേമാണ് സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് മാനേജേഴ്സിൻ്റെ ജോലിയാണ്. അതുപോലെ ഇതൊരു കണ്ടിന്യൂസ് ആണ്. ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ പോലെ കാണാം. ഈ കോർഡിനേഷൻ നമുക്ക് എല്ലാ സ്ഥലത്തും വേണം, എല്ലാ ലെവൽസിലും വേണം, അതുപോലെ തന്നെ എല്ലാ ഫങ്ഷൻസിലും നമുക്ക് ആവശ്യമാണ് കോർഡിനേഷൻ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് അത്രയില്ല. ഇമ്പോർട്ടൻസ് എന്ന് എഴുതുമ്പോൾ നമുക്ക് മെയിനായിട്ട് എഴുതാൻ പറ്റുന്ന 4 ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു, ബാക്കി ഫങ്ഷൻസിന് ഉള്ളൊരു കീ ആയിട്ട് നമുക്ക് കണക്കാക്കാം, പിന്നെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ നടക്കാൻ പറ്റും, ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ, അതേപോലെ സ്പെഷ്യലൈസേഷൻ. അപ്പോൾ നമുക്കറിയാത്ത കുറച്ച് പുതിയ ടേമുകളാണ് ഇമ്പോർട്ടൻസിൽ എഴുതേണ്ടത്. അല്ലാതെ നമ്മൾ മാനേജ്മെൻറ്റിൽ തന്നെ ഇവിടെ അച്ചീവ് ടു ഒബ്ജക്റ്റീവ്സ് അത് മാത്രം എഴുതിയിട്ട് കാര്യമില്ല. എഫിഷ്യൻസി, അതർ ഫങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നു, സ്പെഷ്യലൈസേഷൻ ആൻഡ് യൂണിറ്റി, ഡൈവേഴ്സിറ്റി, 4-5 എണ്ണം പഠിക്കാം കേട്ടോ. ദെൻ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പഠിക്കേണ്ട അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫയോൾ 14 പ്രിൻസിപ്പിൾസ്. അതായത് ഇത് 8 മാർക്കിലേക്ക് പോകാറുള്ള ചോദ്യമാണ് കേട്ടോ. ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മോഡേൺ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 8 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ 8 എണ്ണം വിത്ത് എക്സ്പ്ലനേഷൻ പഠിക്കണം. ഇത് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു 8 എണ്ണം പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്. എന്താ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഡിവൈഡിങ് ദ വർക്ക് ഇൻ ടു സ്മോൾ പാർട്സ്. പിന്നെ നിങ്ങൾക്ക് ഇക്വിറ്റി പഠിക്കാം. ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്താ പറയുക, എല്ലാവരും ഈക്വലായിട്ട് കാണണം, ഇനീക്വാലിറ്റി പാടില്ല, പാർഷ്യാലിറ്റി ബിറ്റ്വീൻ സബോർഡിനേറ്റ്സ് പാടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണം യൂണിറ്റി ഇൻ ഡൈവേഴ്സ്. യൂണിറ്റി അതായത് യൂണിയൻ ഈ സ്ട്രെങ്ത്, അത് എസ്പിരിറ്റ് ഡി കോപ്സ് ആണ് നമ്മൾ അതിന് പറയുന്നത്. അത് നല്ലൊരു ഇതാണ്. അതായത് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് വെച്ചാൽ എല്ലാവരും യൂണിയൻ ഈ സ്ട്രെങ്ത് ആണ്, എല്ലാവരും ഒരുമിക്കണം, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവരണം. അത് പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഓർഡർ, ചെറുതുകൾ പഠിക്കാം. ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവറിത്തിങ് ഹാവ് എ പ്ലേസ് ആൻഡ് എവറിത്തിങ് കെപ്റ്റ് ഇൻ ഇറ്റ്സ് പ്ലേസ്. അതായത് എല്ലാത്തിനും ഒരു പ്ലേസ് വേണം, അത് അവിടെ തന്നെ കീപ്പ് ചെയ്യും വേണം. അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഏത് എളുപ്പം? സ്കോളർ ചെയിൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. കാരണം ആ ഒരു പിക്ചർ തന്നെ വരച്ച് വെച്ചാൽ നല്ലപോലെ മാർക്ക് കിട്ടും. അതായത് ഒഫീഷ്യൽ ലൈൻ ഓഫ് കമാൻഡ് ആണ്, ഇതിലൂടെ തന്നെയാണ് എല്ലാവരും കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാം. ദെൻ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ആണ്. ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സബോർഡിനേറ്റ്സിന് അവരുടെ മെൻ്റൽ ക്രിയേഷൻ ഇനീഷ്യേറ്റീവാണ്. ക്രിയേറ്റിവിറ്റിനല്ല, ഇനീഷ്യേറ്റീവ് കൊടുക്കണം. അതാണ് ആ ഒരൊറ്റ പ്രിൻസിപ്പിൾ. പിന്നീട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അടുത്ത പ്രിൻസിപ്പിൾ റെമ്യൂണറേഷൻ, അല്ലേ? എന്താണ് നമ്മളെ സബോർഡിനേറ്റ്സിനും അതുപോലെ വർക്കേഴ്സിനും റെമ്യൂണറേഷനൊക്കെ ഫെയർ ആൻഡ് ടൈമിൽ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനൊന്നും ഹെൽപ്പ് തോന്നില്ല.
അല്ലെങ്കിൽ ആബ്സെൻറ്റീസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ നിങ്ങൾക്ക് അതിൽ പഠിക്കാൻ പറ്റുന്ന വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ വേണ്ടി, ആബ്സെൻറ്റീസം കുറയ്ക്കാനായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ഒരു സ്പേസിൽ തന്നെ അവരെ നല്ല രീതിയിൽ അതിൽ തന്നെ, അതായത് മാറ്റാൻ പാടില്ല എന്ന് വെച്ചാൽ ഒരു ജോലിയിൽ നിന്ന് അടുത്തേക്ക് മാറ്റാം, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് പഠിക്കാം. അതായത് അതിൻ്റെ മീൻ സ്റ്റെബിലിറ്റി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സ്റ്റേബിൾ ആയിരിക്കണം, ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിക്ക് മാറ്റിക്കൊണ്ടിരിക്കാനൊന്നും പാടില്ല. അപ്പോൾ എത്ര എണ്ണായി? 1 2 3 4 5 6 7 8, ഒരു 8 ചെറുതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുത് ഇഷ്ടമുള്ളവർക്ക് വലുത് പഠിക്കാം. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, then അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്. ഡിസിപ്ലിൻ നല്ലൊരു പോയിന്റാണ്, ചെറിയൊരു പോയിന്റാണ്, നമുക്ക് ഇഷ്ടമാണ് പഠിക്കാൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, യൂണിറ്റി ഓഫ് കമാൻഡ് പഠിക്കാം. അപ്പോൾ 14 എണ്ണത്തിൽ ഒരു 8 എണ്ണം നിങ്ങൾക്ക് 3 സെൻറ്റൻസെങ്കിലും അറിയണം കേട്ടോ എക്സ്പ്ലനേഷൻ. പിന്നെ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, എളുപ്പമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണെന്ന് നമുക്ക് സെപ്പറേറ്റ് 4 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ആ ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ്ങും എക്സിക്യൂഷനും 2 സെപ്പറേറ്റിൽ നിന്നാണ് ചെയ്യേണ്ടതെന്നാണ്. ഇതൊരു ടെക്നിക്കാണ്, സയൻറ്റിഫിക് ടെക്നിക്കാണ്. എന്ത്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഒരു ടെക്നിക്കാണ്. മാത്രമല്ല ഈ ടെക്നിക്കിൻ്റെ ഒരു പിക്ചർ നിങ്ങൾ ഇതിലുണ്ടാവാം. 8 തരം ആൾക്കാർ വെച്ചിട്ട് ഇതാണ് ആ പിക്ചർ, ഏകദേശം ഇതാണ് ആ പിക്ചർ. 8 തരം ഒരു മാനേജറിൻ്റെ കയ്യിൽ പ്ലാനിങ്ങും എക്സിക്യൂഷനും സെപ്പറേറ്റ് ആണ്. പ്ലാനിങ്ങിൽ ഉള്ള ആൾക്കാർ, എക്സിക്യൂഷനിലുള്ള ആൾക്കാർ, ഇതിലുള്ള ആൾക്കാരുടെ പേര് ഈ ഒരു ഡയഗ്രാം വരച്ച് വെച്ചാൽ തന്നെ 2 മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ എന്താണ് ഇത്? ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിൽ നിന്നാണ് ഈ ടെക്നിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അക്കോർഡിംഗ് ടു ടൈലർ, ആരാണ് ഇതിൻ്റെ ആള്? ടൈലറാണ്. FW ടൈലറിൻ്റെ ഒരു സയൻറ്റിഫിക് ടെക്നിക്കാണ്. വെറും ടെക്നിക്കിന് എഴുതരുത്, സയൻറ്റിഫിക് ടെക്നിക്കാണ്. ടെക്നിക്ക് പ്രകാരം 2 സെപ്പറേറ്റ് ആയെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് 4 മാർക്കിനുള്ളത് പഠിക്കണം അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ദെൻ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. ഇത് നമുക്കൊരു 8 മാർക്കിന് ചോദിക്കാം. 8 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ് എന്താണെന്ന്, മീനിങ് ഏതാ, പ്ലാനിങ് എന്താണെന്ന് നമുക്ക് സെപ്പറേറ്റും നമുക്ക് 2-3 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുക. മീനിങ് എന്താ? പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഇസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് ഇസ് ടു ബി ഡൺ, ഹൂം ഇസ് ഇറ്റ് ടു ബി ഡൺ. അല്ലെ, ആർക്ക് എങ്ങനെ എന്തിനെ എപ്പോൾ കൊടുക്കണം. പിന്നെ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ. ഇവിടെ എൻ്റെ ഉള്ളൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ, നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്, നമുക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്. വേർ വി ആർ, വേർ വി വാണ്ട് ടു ഗോ, ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ആർ എ പ്ലാൻ. മാനേജറൽ ഫംഗ്ഷനാണ്, ഫസ്റ്റത്തെ ഫംഗ്ഷനാണ്, ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. ഇതൊക്കെ എഴുതിയാൽ തന്നെ ഒരു 4-5 പോയിൻ്റായി. എന്നാൽ ഇറ്റ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, ഇത് പിന്നെ ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ, വേർ വി വാണ്ട് ടു ഗോ. ദെൻ ആ ഒരു പിക്ചർ അവിടെ ഒന്ന് വരച്ചു വെച്ച് കൊടുത്താൽ നല്ല മാർക്ക് കിട്ടും. പിന്നെ സ്റ്റെപ്സ്, ഒപ്പം തന്നെ അതിൻ്റെ സ്റ്റെപ്പ്. നമ്മൾ സാധാരണ എങ്ങനെ സ്റ്റെപ്പ് കണ്ടുപിടിക്കുക? നമ്മളിപ്പോൾ ഒരു ടൂർ പോകണമെങ്കിലും പഠിക്കണമെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല ബിസിനസ്സിൽ ചെയ്യേണ്ടത്. ഏകദേശമൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. അല്ലെ, ഒരു 7 പോയിന്റ് ഉണ്ട്. ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. എന്താണ് നമുക്ക് വേണ്ടത്, നമ്മൾ എങ്ങോട്ടാണ് എത്തേണ്ടത് നമുക്കറിയണ്ടേ. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇത് സ്റ്റെപ്പെന്നും പ്രോസസ്സെന്നും ഒക്കെ ചോദിക്കും. പിന്നെന്ന് വെച്ചാൽ ഇത് ഓർഡർ ആയിട്ട് തന്നെ എഴുതണം. സ്റ്റെപ്പ് എഴുതുമ്പോൾ മസ്റ്റ് ബി ഓർഡറിൽ തന്നെ എഴുതണം. നിങ്ങൾ ഓർഡർ തെറ്റിച്ചിട്ട് എഴുതരുത്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാം. രണ്ടാമത്തത് പ്ലാനിങ് പ്രിമിസസ് എന്നാണ് പറയുക. പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുമ്പോൾ എബൌട്ട് ദി ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ കുറച്ച് അസംഷൻസ് എടുക്കുന്നതിനാണ് ഫ്യൂച്ചർ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് പ്രിമിസസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഭാവിനെ കുറിച്ച് കുറച്ച് ഊഹാപോഹങ്ങൾ വെക്കുന്നതിനാണ് പ്രിമിസസ് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ. പിന്നീട് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ്, എത്രത്തോളം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. എനിക്ക് ഏതാണ് ബെറ്റർ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്ത ശേഷം നമ്മൾ എന്താ ചെയ്യുക? അത് ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെ 7 സ്റ്റെപ്പ് മാത്രം എഴുതി കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. എല്ലാത്തിലും ഇത് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? നമുക്ക് ഗ്യാരണ്ടി ഇല്ല, സക്സസിന് ഗ്യാരണ്ടി ഒന്നുമില്ല. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്, ടൈം കൺസ്യൂമിങ് ആണ്, എക്സ്പെൻസീവ് ആണ്, ദെൻ ക്രിയേറ്റിവിറ്റി കുറയ്ക്കുന്നു, പിന്നെ എന്തോരം നമുക്ക് പ്ലാനിങ്ങിൽ ഉള്ളത് റിജിഡാണ് നമുക്ക്. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് ഒരു പരിധി വരെ അല്ലേ, നമുക്കിപ്പോൾ ഒരു പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നത് പെട്ടെന്നാണ് നമുക്ക് പ്രളയം, കൊറോണയും, മഹാമാരിയും, അതുപോലെ തന്നെ വയനാട്ടിൽ ഇഷ്യൂസൊക്കെ വന്നത് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരും. അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, പഠിക്കണം. ദെൻ ലാസ്റ്റ് 5th ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5th ചാപ്റ്റർ ഓർഗനൈസിങ്ങിൻ്റെ ചാപ്റ്ററാണ്. അതിൽ ഒരുപാടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഉള്ളൂ, പക്ഷേ നമുക്കത് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ചാപ്റ്ററാണ് 5th ചാപ്റ്റർ. ഫസ്റ്റത്തെ 4 പാടൊക്കെ സ്മൂത്തായി പോകും, അതുപോലെ തന്നെ 6, 7, 8 അവിടെ നിന്ന് അങ്ങോട്ടും സ്മൂത്തായി പോകും. പക്ഷേ 5th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലെല്ലാവർക്കും ഒരു ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആ ടേം അങ്ങോട്ട് ഓർഗനൈസിങ് എന്താണെന്നുള്ള ടേം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് അതറിഞ്ഞാൽ തന്നെ നമുക്കത് സ്പീഡാവുള്ളൂ. അവിടെ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഫങ്ഷണൽ സ്ട്രക്ചർ അതായത് ഓർഗനൈസിങ് നമുക്ക് 2 രീതിയിൽ നടത്താം. സ്ട്രക്ചറുകളാണ്, ഡിവിഷണൽ സ്ട്രക്ചറും ഉണ്ട്, ഫങ്ഷണൽ സ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് ഫങ്ഷണൽ സ്ട്രക്ചറിലെ ഫങ്ഷൻസ് അനുസരിച്ച്, ഡിവിഷൻ സ്ട്രക്ചറിലെ പ്രോഡക്റ്റ് ലൈൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് വിത്ത് കോളം ഒരു 4 പോയിന്റ് പഠിക്കാം. നമുക്കത് 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബിസിനസ് എൻവയോൺമെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, ഇത് 3rd ചാപ്റ്റർ ആണ്. 5 തരം ബിസിനസ് എൻവയോൺമെൻ്റ് ആണ് നമുക്കുള്ളത്. ഇക്കണോമിക്, ടെക്നോളജിക്കൽ, സോഷ്യൽ, പിന്നീട് എന്നിട്ടാണ് സോഷ്യൽ, ഇക്കണോമിക്കൽ, ടെക്നോളജി ആൻഡ് ലീഗൽ, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. 5 എണ്ണം, പൊളിറ്റിക്കല്, ലീഗല്, അങ്ങനെ നമ്മൾ ബിസിനസ്സിനെ ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റ് 5 തരമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് പഠിക്കേണ്ടത്. അത് നമുക്കൊരു ഇതല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ മാച്ച് ദ ഫോളോയിങ് വരാനാണ് ചാൻസ് ഉള്ളത്. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് കൂടുതലും ചാൻസ്. ടീച്ചേഴ്സിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും നമുക്കറിയില്ല. ടഫ് ടീച്ചേഴ്സ് ആണ് എങ്കിൽ അത് നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് എഴുതേണ്ടി വരും. അപ്പോൾ ഒരു 10 ചോദ്യം ഇതിൽ ഞാൻ മാർക്ക് പറയുകയാണെങ്കിൽ 5, 10, 14, 16 ഇതൊക്കെ 8 മാർക്കിനാണ്. 20, 28 മാർക്ക്. പിന്നെ ഇവിടെ വരുമ്പോൾ 28, 31, 36, 42, ഒരു 50, 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. 8 മാർക്ക്, 5 മാർക്കിൻ്റെ. പിന്നെ 8 മാർക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ, മാനേജ്മെൻറ്റ്, കോർഡിനേഷൻ, ഇത് 3 8 മാർക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 മാർക്കിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം തന്നെ നമുക്ക് ഡബിൾ പാസിൻ്റെ ലെവൽ. അപ്പം 3-4 പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയണമെങ്കിൽ, ഇപ്പം ഇത്രയും പഠിച്ച് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഫൈനൽ എക്സാമിൻ്റെ ഒരു 25% കവറാക്കി എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ടോപ്പിക്ക് നിർബന്ധമായിട്ട് ഇപ്പം തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.